പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 3 അടുത്ത പോർഷനാണ്. ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഞാനിടുന്ന വീഡിയോസ് കാണുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനി എന്താണ് നമ്മൾ പഠിക്കുന്നത് നോക്കാം. ഓക്കെ, ഇൻ ദ ചാപ്റ്റർ ഓൺ ലാർജ് നമ്പേഴ്സ് വി ലേൺഡ് ഹൗ ടു റൈറ്റ് 23 ഹൺഡ്രഡ്സ്. അപ്പോൾ ലാർജ് നമ്പേഴ്സിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു 23 ഹൺഡ്രഡ്സിനെ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. എങ്ങനെയാണ് 23 ഹൺഡ്രഡ്സിനെ എഴുതുന്നത്? 23 ഹൺഡ്രഡ്സ് എന്ന് വെച്ചാൽ 23 ഇൻറ്റു 100 ആണ് 23 ഹൺഡ്രഡ്സ്. അതായത് 20 ഹൺഡ്രഡ്സ് എത്ര ടൈംസ് ഉണ്ട്? 23 ടൈംസ് ഉണ്ട്. അതാണ് 23 ഹൺഡ്രഡ്സ്. അപ്പോൾ 23 ഹൺഡ്രഡ്സ് എന്ന് വെച്ചാൽ എന്താ? 23 എഴുതിയിട്ട് ഈ 100ൻ്റെ 2 സീറോസും കൂടെ ഇട്ട് കൊടുക്കുന്നതാണ് 23 ഹൺഡ്രഡ്സ്. ദാറ്റ് മീൻസ് 2 ഏതിൻ്റെ പ്ലേസിലാണ്? 1000ൻ്റെ പ്ലേസിലാണ് അല്ലേ. അപ്പോൾ 23 ഹൺഡ്രഡ് എന്ന് വെച്ചാൽ എന്താ? 2300 ആണ്. ഇതിനെ നമുക്ക് 2000 പ്ലസ് 300 എന്ന് എഴുതാം അല്ലേ. ഇതാണ് 23 ഹൺഡ്രഡ് അല്ലെങ്കിൽ 2300. 2300 എന്ന് വെച്ചാൽ എന്താ? 2300 ആണ്. 900 കഴിഞ്ഞ് പിന്നെ 1000 ആണ് വരിക അല്ലേ. അപ്പോൾ 2300 എന്ന് വെച്ചാൽ 2300. അപ്പോൾ അതായത് ഇവിടെ നോക്കിയേ, നമ്മൾ പ്ലേസ് വാല്യൂവിൻ്റെ ഇതിൽ എഴുതി കഴിഞ്ഞാൽ 1000s, 100s, 10s, യൂണിറ്റ്സ് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 2300 എന്നാണ് എഴുതുന്നതെങ്കിൽ 100ൻ്റെ അവിടെ എന്ത് വരും? 23 വരും. അതേപോലെ നമുക്ക് 2300 ആണെങ്കിൽ 1000ൻ്റെ പ്ലേസിൽ 2 വരും, 100ൻ്റെ പ്ലേസിൽ 3 വരും, 10ൻ്റെ പ്ലേസിൽ 0, യൂണിറ്റ് പ്ലേസിലും 0 എന്ന് വരും. സിമിലർലി 23 tens വുഡ് ബി. അതേപോലെ 23 tens എന്താണ് വരുന്നത്? 23 tens എന്ന് വെച്ചാൽ 23 ഇൻറ്റു 10 ആണ്. ദാറ്റ് ഈസ് 230 അല്ലേ. അപ്പോൾ നമുക്കിതിനെ എന്ത് എഴുതാം? 200 പ്ലസ് 30 എന്ന് എഴുതാം. അതിനെ നമ്മൾ ഇവിടെ നോക്കിയേ, ഈ ടേബിളിൽ എഴുതുമ്പോൾ എന്ത് വരും? നമുക്ക് 23 ടെൻസിൻ്റെ പ്ലേസിൽ 23 എഴുതാം. എന്തുകൊണ്ടാണ് 23 ടെൻസ്? പിന്നെന്തെഴുതാം? 100ൻ്റെ പ്ലേസിൽ 2 എഴുതാം, ടെൻസിൻ്റെ പ്ലേസിൽ 3 എഴുതാം, യൂണിറ്റ് പ്ലേസിൽ 0 എന്ന് എഴുതാം. അപ്പോൾ നോക്കിയേ, ഹൗ ക്യാൻ വി റൈറ്റ് 234 ടേംസ് ഇൻ ഡെസിമൽ ഫോം? അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ടെൻസ് ആയിരുന്നു, TENS ടെൻസ് ആയിരുന്നു. അതായത് നമ്മുടെ ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റിലേക്കുള്ള പ്ലേസുകളായിരുന്നു നമ്മളിപ്പോൾ ചെയ്തത്. ഇനി നോക്കിയേ, ഇവിടെ TENTHS ടെൻസ് എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് എവിടെ വരുന്ന പ്ലേസുകളാണ്? ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് വരുന്ന പ്ലേസുകളാണ് ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് ഇങ്ങനെ വരുന്നത് അല്ലേ. അപ്പോൾ 234 ടെൻസ് എന്നുള്ളത്, ടെൻസ് എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? 234 ടെൻസ് ഇങ്ങനെ വരും അല്ലേ. 200 ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലാണ്, 3 ടെൻസിൻ്റെ പ്ലേസിലാണ്, 4 വൺസിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 200 പ്ലസ് 30 പ്ലസ് 4 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 200 ടെൻസ് പ്ലസ് 30 ടെൻസ് പ്ലസ് 4 ടൺസ് എന്ന് എഴുതാം. അതായത് 234 ടെൻസ് എന്ന് പറയുന്നത് 1/10ൻ്റെ 200 പാർട്സും 1/10ൻ്റെ 30 പാർട്സും 1/10ൻ്റെ 4 പാർട്സുകളും കൂടെ ചേരുന്നതാണ് 234 ടെൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ 1/10ൻ്റെ 200 പാർട്സ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അതെന്ത് വരും? 20 യൂണിറ്റ്സ് വരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലും പറഞ്ഞു, നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള സീറോസ് ഒരേപോലത്തത് കട്ട് ചെയ്യാം. ഇത് ഡിനോമിനേറ്ററിൽ ഇവിടെ ഒരു സീറോയേ ഉള്ളൂ, അതുകൊണ്ട് ന്യൂമറേറ്ററിലെയും ഒരു സീറോ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 20/1 എന്ന് കിട്ടി, ദാറ്റ് ഈസ് 20. ഇനി നോക്കിയാൽ, ഇനി നമുക്ക് 30/10 അല്ലെങ്കിൽ 30 ടെൻസ്. ഇവിടെ നമുക്ക് 30 ടെൻസ് എന്ന് വെച്ചാൽ എന്താ? 1/10കളുടെ 30 പാർട്സ്. അപ്പോൾ 1/10കളുടെ 10 പാർട്സ് ആണ് ഒരു യൂണിറ്റ്. 20 പാർട്സ് വരുമ്പോൾ 2 യൂണിറ്റ്, 30 പാർട്സ് വരുമ്പോൾ 3 യൂണിറ്റ്. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? 20 പ്ലസ് 3 പ്ലസ്
ഇനി ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയത്തില്ല, ഇവിടെ എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും ഓരോ സീറോസ് കട്ട് ചെയ്യാം. അപ്പോൾ 3/1 ദാറ്റ് ഈസ് 3. ബാക്കി ഇനി എന്താ, 1/10കളുടെ 4 പാർട്സ്. അപ്പോൾ 4 10s എന്ന് എഴുതാം. ഇവിടെ 20 + 3 ഈസ് 23. 4 10s എന്ന് വെച്ചാൽ എന്ത് വരും, ഡെസിമൽ പ്ലേസിൽ എഴുതുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് നമ്മൾ 4 എന്നിടും. അപ്പോൾ 23.4 എന്ന് നമുക്ക് കിട്ടി. ഇതിനെ ടേബിളിൽ എങ്ങനെ എഴുതാം, ഇവിടെ ടേബിൾ എഴുതുമ്പം ഹൺഡ്രഡ്സ്, ടെൻസ്, യൂണിറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ ടെൻസ് ഉണ്ട്, ഹൺഡ്രഡ്സ് ഉണ്ട്. അപ്പോൾ 234 ടെൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് 234 ടെൻസിൻ്റെ താഴെ എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, ടെൻസിൻ്റെ പ്ലേസിൽ 2 എഴുതാം, യൂണിറ്റ് പ്ലേസിൽ 3 എഴുതാം. എന്നിട്ടിവിടെ ഡെസിമൽ പോയിൻറ്റ് ടെൻസിൻ്റെ പ്ലേസിൽ 4 എന്നും എഴുതാം. ഇനി ഇതേപോലെ നമുക്ക് ഒരു ക്വസ്റ്റിനൂടെ തന്നിട്ടുണ്ട്, റൈറ്റ് ദീസ് ക്വാണ്ടിറ്റീസ് ഇൻ ഡെസിമൽ ഫോം. ഒന്ന് 234 ഹൺഡ്രഡ്സ് ആൻഡ് 105 ടെൻസ്. ഇതിനെ ഡെസിമൽ ഫോമിൽ എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, 234 ഹൺഡ്രഡ്സ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 234 ഹൺഡ്രഡ്സ് is equal to, ഇതിൻ്റെ മീനിങ് എന്താ, 234/100 എന്നാണ് 234 ഹൺഡ്രഡ്സ് എന്ന് വെച്ചാൽ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് 234നെ എങ്ങനെയൊക്കെ എഴുതാം, 200/100 + 30/100 + 4/100 എന്ന് എഴുതാം. അതായത് 200 ഹൺഡ്രഡ്സ് + 30 ഹൺഡ്രഡ്സ് + 4 ഹൺഡ്രഡ്സ്. 234നെ നമ്മൾ 200 + 30 + 4 എന്നാക്കി എഴുതുന്നു. ഇനി ഇതെന്ത് വരും, ഇവിടെ 200 ഹൺഡ്രഡ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ, 100ൻ്റെ 200 പാർട്സ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 100ൻ്റെ 100 പാർട്സുകളാണ് ഒരു യൂണിറ്റ്. അപ്പോൾ 200 പാർട്സ് വരുമ്പോൾ 2 യൂണിറ്റ്സ് ആവും. ഇനി 1/100ൻ്റെ അല്ലെങ്കിൽ 100ൻ്റെ 30 പാർട്സ് ആണ് നമുക്ക് ഈ തന്നിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് എന്താണ്, 3 10s ആണല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലുള്ള ഈ ഒരു 0യും ഈ ഒരു 0യും കട്ട് ചെയ്യാം. ബാക്കി എന്താവും, 3 10s എന്നാവും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കിവിടെ എന്തെഴുതാം, +3 10s + 4 ഹൺഡ്രഡ്സ്. ഇതിനെ നമ്മൾ ഡെസിമൽ പോയിന്റിൽ എങ്ങനെ എഴുതും, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ഒരു ഹോൾ നമ്പറാണ് 2, ഇവിടെ ടെൻസും ഹൺഡ്രഡ്സുമാണ്. അപ്പോൾ ഇവിടെ യൂണിറ്റ് പ്ലേസ് ആണ് ഈ 2 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കും, ഡെസിമൽ പോയിന്റ് കൊടുക്കും. എന്നിട്ട് അടുത്തത് ടെൻസിൻ്റെ പ്ലേസ്. അപ്പോൾ അവിടെ ന്യൂമറേറ്ററിൽ എന്താണോ അത് നമ്മൾ എഴുതുന്നു. അടുത്തത് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ്, അവിടെ ന്യൂമറേറ്ററിൽ എന്താണോ അത് നമ്മളിവിടെ എഴുതുന്നു. അപ്പോൾ ഡെസിമൽ ഫോമിൽ എഴുതിയപ്പോൾ എന്ത് വന്നു, 2.34 എന്ന് വന്നു. 2.34 2.34 എന്നൊരിക്കലും റീഡ് ചെയ്യത്തില്ല കേട്ടോ. ഇനി നമ്മളിത് ടേബിളിൽ എഴുതുവാണെങ്കിൽ എന്ത് വരും, ഇത് ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ്, അടുത്തത് ടെൻസ്, അടുത്തത് ഹൺഡ്രഡ്സ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ 234 ഹൺഡ്രഡ്സ് എന്നായിരുന്നു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിതിനെ എന്തെഴുതാം, 234 എന്നുള്ളത് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ എഴുതാം. ഇനി ഡെസിമൽ ഫോമിലാക്കി കഴിഞ്ഞോ, 2 എവിടെയാണ്, വൺസിൻ്റെ പ്ലേസിലാണ്. എന്നിട്ട് ഡെസിമൽ പോയിൻ്റ് ഇടുന്നു. ടെൻസിൻ്റെ പ്ലേസിൽ 3, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 4. അപ്പോൾ 2.34 എന്ന് നമുക്ക് ടേബിളിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. ഇനി അടുത്തത് 105 ടെൻസ്, 105 ടെൻസ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 105നെ നമുക്ക് 100/10 + 0/10 + 5/10. അതായത് 100 ടെൻസ് + 0 ടെൻസ് + 5 ടെൻസ്. 100 ടെൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെയും
വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സീറോയും ഈ ഒരു സീറോയും ക്യാൻസലാക്കിയാൽ 10/1 എന്നാകും. അപ്പോൾ എന്താകും? 100 ടെൻസ് എന്ന് പറയുന്നത് 10 ആണ്. 10 പ്ലസ് 0 ടെൻസ് എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് 5 ടെൻസ്. ഇതിനെ ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ 10.5 ടെൻസ് എന്ന് വെച്ചാൽ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ റൈറ്റിൽ 5 എന്ന് എഴുതും. ഓക്കെ, ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള പ്ലേസ് എന്താണ്? ടെൻസിൻ്റെ പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ടേബിളിൽ എഴുതിയാൽ എന്ത് വരും? അപ്പോൾ നമ്മളോട് ഇവിടെ 105 ടെൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടെൻസിൻ്റെ പ്ലേസിൽ നമുക്ക് 105 എഴുതാം. ഇനി ഡെസിമൽ പോയിൻറ്റിൽ വൺസിൻ്റെ പ്ലേസ്, സോറി ഇവിടെ 10 ഉണ്ടല്ലേ, അപ്പോൾ ടെൻസിൻ്റെ പ്ലേസിൽ എന്ത് വരും? 1 വരും. വൺസിൻ്റെ പ്ലേസിൽ 0 വരും. എന്നിട്ട് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ടെൻസിൻ്റെ പ്ലേസിൽ 5 വരും. ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോസ് തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ഇനി നമുക്ക് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റുകളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.